ഇന്നത്തെ ഈ എപ്പിസോഡിൽ 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് 38 വയസ്സുകാരിയെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. എത്ര വയസ്സുണ്ട്? 38. ഇവന് എത്ര വയസ്സുണ്ടെന്ന് അറിയുന്നു? അതാണ് 21. ഇഷ്ടപ്പെട്ടില്ലേ? പെട്ടില്ല. ഇവന്റെ ഒരു കൂട്ടുകാരിയൊന്നും വൃത്തിയായിട്ടവനെ ഉമ്മ വെച്ച് കളിക്കുന്ന നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവോ? നിങ്ങൾ വേറെന്തോ? ഹലോ സ്ട്രീറ്റ് ഡ്രീംസ്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. ഇവിടെ കഴിക്കുന്നത് അടിച്ചു മാറ്റണം. നിന്നെ ഞാൻ വീട്ടിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ഞാൻ പറ്റത്തില്ല. മനുഷ്യൻ ഇങ്ങനെ തെറി പറയാൻ പറ്റൂ? അതിന്റെ പകുതി എനിക്ക് മനസ്സിലായിട്ട് പോലും ഇല്ല. എനിക്ക് നേരത്തെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഈ കൊച്ചിനോടോ? പിന്നെ നാണം ഉണ്ടോടാ പട്ടി? ഉളുപ്പുണ്ടോ? ലജ്ജ ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ? നാണം കെട്ടവരെ. നീ ഈ കൊച്ചിനെ കല്യാണം കഴിക്കടാ. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. വീട്ടിൽ വന്ന് നീ മോശം കാണിക്കാൻ വന്നിട്ടില്ല. അടിയിൽ തൊയ്യും കൊണ്ട് നമ്മൾ നക്ഷത്രം പോയി. എന്ത് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? അവിടെ എന്താ ഒരു പടക്കം പൊട്ടണ ശബ്ദം കേട്ടെ? പടക്കമല്ല സാർ, എന്റെ കരണം പൊട്ടിയ ശബ്ദം കേട്ടത്. നീ കെട്ടണേ വിളെ. എന്തൊരു കുളിച്ചതറിയാടോ. അവിടെ തൊലിപ്പോടിക്കോ. നീ എന്റെ കൊച്ചിനെ നീ വഴിയാതെ നിനക്ക് സാമാന്യം ഞാൻ പിടിച്ച് ഉടച്ചു വെക്കാം. ഇയാളെ കൊണ്ട് പോലീസിലായിരുന്നു. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ഓടിക്കോ പ്രേമ പതിയെ പോടാ. അമ്മേ, ഇത്രയും പുളിച്ച തെറി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എനിക്ക് പിന്നെ തെറിയൊന്നും കേൾക്കേണ്ടി വന്നില്ല. ചെവി പൊത്തി ഒരൊറ്റ അടിയാണ്. പിന്നെ കമാന്നൊരക്ഷരം ഞാൻ കേട്ടില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി